ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെ കർത്തവ്യഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. റിപ്പോ നിരക്ക് 5.5% നിലനിർത്തുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സംസ്ഥാനത്തെ 43,000 കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി GR അനിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ കർത്തവ്യഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് കർത്തവ്യപഥിൽ നടക്കുന്ന പൊതുപരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹിയിലെ വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഒരു കുടക്കീഴിലാക്കി കാര്യക്ഷമത, നവീകരണം, സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാണ് കർത്തവ്യഭവൻ 3 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റിപ്പോ നിരക്ക് 5.5% നിലനിർത്താൻ തീരുമാനിച്ചതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പണനയ സമിതി യോഗത്തിലാണ് തീരുമാനം. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് വാർത്താ സമ്മേളനത്തിൽ റിപ്പോ നിരക്ക് പ്രഖ്യാപിച്ചത്. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the Liquidity Adjustment Facility (LAF) unchanged at 5.5%. വർഷകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. 12 മണിവരെ നിർത്തിവച്ചിരുന്ന ലോക്സഭയിൽ നടപടിക്രമങ്ങൾ പുനരാരംഭിച്ചപ്പോഴും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. 1945-ൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉണ്ടായ അണുബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് ലോക്സഭ ആദരാഞ്ജലി അർപ്പിച്ചു. ആണവായുധത്തിന്റെ വിനാശം ഓർമ്മപ്പെടുത്തി ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6-നാണ് ജാപ്പനീസ് നഗരമായ ഹിരോഷിമയിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. 1,40,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതിലേറെ പേർക്ക് മാരക രോഗങ്ങൾ പിടിപെട്ടു. സ്ഫോടനത്തിന്റെ 80ാം വാർഷികമായ ഇന്ന് രാവിലെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ ഏകദേശം 55,000 പേർ പങ്കെടുത്തു. ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകത്തിനായി ജപ്പാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി ഇഷിബ ഷിഗരു ചടങ്ങിൽ പറഞ്ഞു. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവ്. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് നിർത്താനാണ് നിർദ്ദേശം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് ദേശീയപാത അതോറിറ്റി ഉടൻ പരിഹാരം കാണണമെന്നും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 43,000 കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി GR അനിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം മാറിവരുന്ന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾക്കനുസരിച്ചാണ് പട്ടിക പുതുക്കിയതെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ആന്റണി രാജു MLA ചടങ്ങിൽ അധ്യക്ഷനാകും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്തുവാനുമുള്ള അവസരം നാളെ അവസാനിക്കും. ഈ മാസം 30-ന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. കേരള മീഡിയ അക്കാദമിയുടെ മാധ്യമ പ്രതിഭാ സംഗമം മന്ത്രി KN ബാലഗോപാൽ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. അക്കാദമിയുടെ നവീകരിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. 2024-25 വർഷത്തെ ഫെലോഷിപ്പിന് അർഹരായവർക്കാണ് ഫലകം സമ്മാനിക്കുക. അതോടൊപ്പം കോവിഡ് കാലത്ത് ചടങ്ങുകൾ നടക്കാതിരുന്നതിനാൽ മാറ്റിവെച്ച 2019-20 വർഷത്തെ ഫെലോഷിപ്പ് ജേതാക്കൾക്കുള്ള മെമന്റോയും അക്കാദമി നടത്തിയ വാർത്താ അവതരണ മത്സര വിജയികൾക്കുള്ള സമ്മാനവും മന്ത്രി നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വനമേഖലകളിൽ നടത്തിയ വരയാടുകളുടെ സംയുക്ത കണക്കെടുപ്പ് റിപ്പോർട്ട് മന്ത്രി AK ശശീന്ദ്രൻ പ്രകാശനം ചെയ്തു. ലോകത്ത് ആകെയുള്ള 2,668 വരയാടുകളിൽ 1,365 എണ്ണം കേരളത്തിലും 1,303 എണ്ണം തമിഴ്നാട്ടിലുമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇരവികുളമാണ് ഏറ്റവുമധികം വരയാടുകളുള്ള വന്യജീവി സങ്കേതം. വരയാടുകളെ ശാസ്ത്രീയമായി സംരക്ഷിക്കുന്നതിന് സംസ്ഥാനം പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട്, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്.
നാടിനെ നടുക്കിയ പെട്ടിമുടി ദുരന്തത്തിന് ഇന്ന് 5 വയസ്സ്. 2020 ഓഗസ്റ്റ് 6 രാത്രിയാണ് തുള്ളി തോരാതെ പെയ്ത മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലിന്റെ രൂപത്തിലെത്തിയ ദുരന്തം ഇടുക്കി പെട്ടിമുടിയിലെ 4 ലയങ്ങളിലുണ്ടായിരുന്ന 70 പേരുടെ ജീവൻ എടുത്തത്. ദുരന്തത്തിൽ 12 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാജമലയുടെ മുകളിൽ 4 തൊഴിലാളി ലയങ്ങളിലെ 22 കുടുംബങ്ങളിലായി കിടന്നുറങ്ങിയിരുന്ന തോട്ടം തൊഴിലാളികളും ബന്ധുക്കളുമായിരുന്നു ദുരന്തത്തിൽ മരിച്ചത്. 66 പേരുടെ മൃതദേഹങ്ങൾ 19 ദിവസം നീണ്ടുനിന്ന തെരച്ചിലിലാണ് കണ്ടെടുത്തത്. ഇതുവരെ കണ്ടെത്താനാകാത്ത 4 പേരും മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവിറക്കി. 8 കുടുംബങ്ങൾക്ക് കുറ്റ്യാർവാലിയിൽ 1 കോടി രൂപ ചെലവിൽ സർക്കാർ വീട് നിർമ്മിച്ച് നൽകി. തുടർന്ന് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചു. 5ാം വാർഷിക ദിനമായ ഇന്ന് രാവിലെ ഉറ്റവരെ സംസ്കരിച്ച രാജമല ഫാക്ടറിക്ക് സമീപമുള്ള ശ്മശാനത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരെത്തി പ്രാർത്ഥന നടത്തി. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി. ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് സംബന്ധിച്ചും അവശ്യ സേവനങ്ങളുടെയും വിഭവങ്ങളുടെയും ലഭ്യതയെക്കുറിച്ചും പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചതായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് പറഞ്ഞു. ഇന്നലെ ധരാലിയിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് വീടുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ ഒലിച്ചുപോയിരുന്നു. ദുരന്തത്തിൽ മലയാളികളടക്കം ഉൾപ്പെട്ടതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദേശീയ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് മത്സരം പൂർത്തിയായി. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മഹാരാഷ്ട്ര ഓവറോൾ ജേതാക്കളായി. കേരളം 2ാം സ്ഥാനവും മധ്യപ്രദേശ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ചാമ്പ്യൻഷിപ്പ് നാളെ സമാപിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 23 പോയിന്റ് താഴ്ന്ന് 80,691-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 31 പോയിന്റ് നഷ്ടത്തിൽ 24,620-ലും വ്യാപാരം തുടരുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില പവന് 75,000 രൂപ കടന്നു. പവന് 80 രൂപ കൂടി 75,040 രൂപയും ഗ്രാമിന് 9,380 രൂപയുമാണ് ഇന്നത്തെ വില. ആലപ്പുഴ നഗരത്തിന്റെ പഴമയുടെ പ്രതീകമായിരുന്ന ജില്ലാ കോടതി പാലം ഇനി ഓർമ്മകളിൽ. 2 നിലകളിലായി ഇനി ഇവിടെ പുതിയ പാലം നിർമ്മിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. ആലപ്പുഴ മൊബിലിറ്റി ഹബ്ബ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്തെ ജില്ലാ കോടതി പാലം പൊളിക്കുന്നത്. 2 ദിവസത്തിനകം ഈ പാലം ഇല്ലാതാവും. ഈ പദ്ധതിയുടെ ഭാഗമായി നേരത്തെ ഇവിടെയുണ്ടായിരുന്ന ആലപ്പുഴ ബോട്ട് കെട്ടി പൊളിച്ചു മാറ്റിയിരുന്നു. ഇപ്പോൾ KSRTC സ്റ്റാൻഡിന് സമീപത്താണ് ബോട്ട് കെട്ടി പ്രവർത്തിക്കുന്നത്. ജില്ലാ കോടതി റോഡിലൂടെ ഗതാഗതം ഇപ്പോൾ സാധ്യമല്ല. നഗരത്തിലെ ഗതാഗത നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ചിരുന്ന വൈക്കം, തണ്ണീർമുക്കം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ ഇപ്പോൾ ജില്ലാ കോടതിക്ക് സമീപത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ കെ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോരായ്മകൾ ഉണ്ടെന്ന് കാണിച്ചാണ് ഹർജി. പോലീസ് നൽകിയ അവസാന റിപ്പോർട്ടിൽ പല രേഖകളും സാക്ഷിമൊഴികളും തെളിവുകളും മറച്ചുവെച്ചതായും ഹർജിയിൽ പറയുന്നു. ആലപ്പുഴ ജില്ലയിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതായി കീടനിരീക്ഷണ കേന്ദ്രം. കരുവാറ്റ, നെടുമുടി, കൈനഗരി, തകഴി, നീലംപേരൂർ കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന 2ാം കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത്. ഇപ്പോഴത്തെ കാലാവസ്ഥ രോഗവ്യാപനത്തിന് വളരെ അനുകൂലമാണെന്നും നിയന്ത്രണ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നും കീടനിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഹോസ്ദുർഗ് മുൻ MLAയും CPI നേതാവുമായ M. നാരായണന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് കാസർഗോഡ് സമുദായ ശ്മശാനത്തിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30 വരെ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. M. നാരായണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ അനുശോചിച്ചു. രാജ്യമൊട്ടാകെ പടരുന്ന നിശബ്ദ പകർച്ചവ്യാധിയാണ് ലഹരിയെന്നും ഇതിനെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ. ലഹരി പരിശോധന ഉപകരണമായ സോഡാക്സ അനലൈസർ പോലീസ് സേനയ്ക്ക് കൈമാറുന്ന ചടങ്ങ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു DGP. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പോലീസ് സേനയ്ക്കൊപ്പം സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ളവർ ഒത്തുചേരണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ കർത്തവ്യഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. റിപ്പോ നിരക്ക് 5.5% നിലനിർത്തുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സംസ്ഥാനത്തെ 43,000 കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി GR അനിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.